PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചു. അൻവർ രാജിക്കത്ത് സ്പീക്കർക്ക് കൈമാറി. ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിക്കില്ലെന്ന് അൻവർ പറഞ്ഞു. കോൺഗ്രസ് നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകും. തൃണമൂൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും PV അൻവർ പറഞ്ഞു. നിലമ്പൂരിൽ മത്സരിക്കുമോ? ഞാൻ മത്സരിക്കുന്നില്ല. ഞാൻ നിലമ്പൂരിൽ UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ ഞങ്ങൾ ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട സ്പീക്കർ സ്വീകരിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട മമതാ ബാനർജിയെ ബംഗാളിൽ പോയി കണ്ട് ഞാൻ നേരിട്ട് ഈ പറയുന്ന മെമ്പർഷിപ്പ് സ്വീകരിച്ചതിന് ശേഷം ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഷീജ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഷീജ, ഇന്ന് അൻവർ രാജിക്കത്ത് കൈമാറിയ ശേഷം മാധ്യമങ്ങളെ കണ്ടു. പഴയ ആവേശവും ഉശിരുമൊന്നും ഇന്ന് അൻവറിൽ കാണാനില്ലല്ലോ. അത്യാവശ്യം ശാന്തമായിട്ടായിരുന്നല്ലോ ഇന്നത്തെ വാർത്താ സമ്മേളനം. ഷീജ. ഷമ്മി, ഏതായാലും PV അൻവർ നിലമ്പൂർ MLA സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു അദ്ദേഹത്തിൻ്റെ FBയിൽ ഒരു പോസ്റ്റ് വന്നിരുന്നത്. അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററായി ചുമതലയേൽക്കുന്നു എന്നുള്ള ഒരു പോസ്റ്റ് വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഏതായാലും ഈ ആഴ്ച, അതായത് ഈ വെള്ളിയാഴ്ചയോടുകൂടി നിയമസഭയുടെ ബജറ്റ് സമ്മേളനം ആരംഭിക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അയോഗ്യത സംബന്ധിച്ചിട്ടുള്ള വിഷയം വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അയോഗ്യതയിലേക്ക് പോകുന്നതിന് മുൻപ് രാജിവെച്ച് പോകുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് PV അൻവർ എത്തിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇന്ന് രാവിലെ ഈ 11-ാം തീയതി തന്നെ ഇമെയിൽ മുഖാന്തരം സ്പീക്കർക്ക് രാജിക്കത്ത് നൽകിയിരുന്നു എന്നുള്ളതാണ് PV അൻവർ വ്യക്തമാക്കുന്നത്. പക്ഷേ മറ്റൊരു നിബന്ധന നിലനിൽക്കുന്നത് ഇത് സ്വന്തം കൈപ്പടയാൽ എഴുതി സ്പീക്കർക്ക് നേരിട്ട് നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാവിലെ 9:30 കൂടിയാണ് നിയമസഭയിൽ എത്തിയതും സ്പീക്കർക്ക് നേരിട്ട് ചേംബറിൽ വെച്ച് രാജിക്കത്ത് കൈമാറി. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം, രാജിക്കത്ത് കൈമാറിയതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനം തീർത്തും നാടകീയമായിരുന്നു. അതിൽ പ്രധാനമായും മാധ്യമപ്രവർത്തകർ ചോദിച്ചത് നിലമ്പൂരിൽ ഇനി മത്സരിക്കുമോ എന്നുള്ള കാര്യമാണ്. നിലമ്പൂരിൽ താൻ ഇനി മത്സരിക്കില്ല എന്നുള്ള കാര്യം PV അൻവർ പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ ഒരു മറുപടി നൽകുന്നത്. അതായത് നിലമ്പൂരിൽ ആര് UDFന്റെ സ്ഥാനാർത്ഥിയാകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.